ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യർക്കറിയാം അവരെ സംബന്ധിച്ച് അത് എത്രത്തോളം വലിയ വിഷയമാണെന്നുള്ളത്. ശാസ്ത്രീയമായി ചികിത്സിക്കേണ്ട ഒരു കാര്യമാണെന്ന് പുതുതലമുറയൊക്കെ തിരിച്ചറിയുന്ന സമയമാണ്. പഴയ തലമുറയിൽപ്പെട്ടവർ പോലും ഇപ്പോൾ പണ്ടൊന്നും ഇങ്ങനെ ഇത്തരം സംഭവങ്ങൾക്കൊന്നും ചികിത്സിക്കാനോ ഒന്നും ആരും ഉപദേശങ്ങൾ നൽകാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലം ഇങ്ങനെ മാറിക്കൊണ്ട് വരികയാണ്. ഡിപ്രഷനും വലിയ രീതിയിലുള്ള വിഷാദത്തിന്റെ മറ്റു പല തലങ്ങളുമൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. മൂഡ് സ്വിങ്സ് ഉള്ള മനുഷ്യരുണ്ട്. അവരെയൊക്കെ അവർ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടാണ് കൃഷ്ണപ്രഭ ഏതോ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കൃഷ്ണപ്രഭ എന്തൊക്കെയാണ് അഭിമുഖത്തിൽ പറയുന്നത്? അതിലിപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ആരൊക്കെയാണ് രംഗത്തെത്തിയിരിക്കുന്നത്? അർജുൻ. റോഷ്നി, മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകത്തെമ്പാടും വലിയ തോതിലുള്ള ചർച്ചകളും മറ്റും നടക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് നടി കൃഷ്ണപ്രഭ നടത്തിയ ഒരു പരാമർശം വലിയ വിവാദമായിരിക്കുന്നത്. അടുത്തിടെ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നടി കൃഷ്ണപ്രഭ ഇത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയത്. കൃഷ്ണപ്രഭ പറയുന്നത്, ഇപ്പോഴുള്ള ആളുകളൊക്കെ തന്നെ പറയുന്നത് കേൾക്കാം, അവർക്കൊക്കെ ഓവർ തിങ്കിങ് ആണ്, ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ, ഇങ്ങനെ പല പുതിയ വാക്കുകളും വരുന്നുണ്ട്, മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതിനൊക്കെ തന്നെ കളിയാക്കി പറയുന്നത് ഇതൊക്കെ വട്ടാണ് എന്നതാണ്. ഇപ്പോൾ ഡിപ്രഷൻ എന്നൊക്കെ പുതിയ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പണ്ട് കാലത്ത് വട്ട് എന്ന് പറഞ്ഞിരുന്ന അതേ അസുഖം തന്നെയാണ് ഇതൊക്കെ വരാൻ കാരണം എന്താണെന്ന് അറിയാമോ? പണി ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ചില രോഗങ്ങൾ വരുന്നത് എന്നാണ് കൃഷ്ണപ്രഭ ആ അഭിമുഖത്തിൽ പറയുന്നത്. ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണപ്രഭ ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് ഈ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സംഘടനകൾ, അതോടൊപ്പം തന്നെ സൈക്കോളജിസ്റ്റുകളുടെ കൂട്ടായ്മകളൊക്കെ തന്നെ വലിയ തോതിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. സാനിയ അയ്യപ്പനൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ കൃഷ്ണപ്രഭയെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ കമൻറ്റും ഇട്ടിട്ടുണ്ട്. അത്തരത്തിൽ ചില സെലിബ്രിറ്റികളും ഇത്തരത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നുണ്ട്. എന്തായാലും വലിയ തോതിൽ പറയുന്നത് ശാസ്ത്രീയമായി കൃത്യമായി നിർവചിച്ച രോഗാവസ്ഥകളും അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങളുമാണ് ഇത്തരം ഡിപ്രഷനും അതോടൊപ്പം തന്നെ മൂഡ് സ്വിങ്സും ബൈപ്പോളർ ഡിസീസും ഒക്കെ തന്നെ. അതിനെ ഇത്തരത്തിൽ കളിയാക്കുന്നത് ശരിയല്ല. മാത്രവുമല്ല അത് ഒരു പണിയുമില്ലാത്തത് കൊണ്ട് വരുന്നതല്ല. ലോകത്ത് എമ്പാടും ആരാധകരുള്ള വലിയ സെലിബ്രിറ്റികൾക്ക് അതോടൊപ്പം തന്നെ വലിയ പ്രൊഫഷണലി അത്തരത്തിൽ വളരെ തിരക്കേറിയ ജീവിതം നയിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഇത്തരം രോഗങ്ങൾ വരികയും അവർ പലരും ചിലർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സാഹചര്യം ഉണ്ടായിരിക്കുമ്പോഴാണ് ഒരു നടി ഒരു അഭിമുഖത്തിൽ വളരെ ആധികാരികമായി ഇതൊക്കെ പണിയില്ലാത്തവർക്ക് വരുന്ന ചില അസുഖങ്ങളാണ് എന്ന് പറയുന്നത്. ഇതിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയുമില്ല. മാത്രവുമല്ല മെഡിക്കൽ സയൻസിന് വിരുദ്ധമായ പ്രസ്താവനകളാണ് കൃഷ്ണപ്രഭ നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നുമുണ്ട്. റോഷ്നി.